ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാവാടയും ബ്ലൗസുമാണ്. അത് മൂൺ ഗോഡസ് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 2 പാവാട ഉടുപ്പുമാണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. അംബ്രല്ല ആയിട്ടാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പ്രിൻസസ് കട്ടാണ് നമ്മുടെ ബ്ലൗസ്. അപ്പോൾ അതാ ഞാൻ ബ്ലൗസിൻ്റെ കട്ടിങ്ങിലാണ്. 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതേപോലെ ദാ സ്ലീവ്സും കട്ട് ചെയ്തെടുക്കുവാണേ. ടോട്ടൽ നമ്മൾ 5 മീറ്റർ എടുത്തിട്ടുണ്ട് പാവാടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ 8 മടക്കിയിട്ടിട്ടാണ് അംബ്രല്ല മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 36 ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്തേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പടി വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്താണ് ഞാൻ എടുക്കുന്നത്. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ വി ആണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നന്നായി ഇറക്കി റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നല്ല വൈഡ് വി ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വൈഡ് വി നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നെക്കും ഫ്രണ്ട് നെക്കാണ് ഇത്. നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രിൻസസ് കട്ട് ചെയ്തത്. ഇതാണ് എളുപ്പം എന്ന് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അത് എൻ്റെ മെത്തേഡാണ്. നൂല് കുരുങ്ങി. ഏറ്റവും വലിയ പ്രശ്നമാണ് നൂല് കുരുങ്ങുന്നത്. ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പുറകിൽ വള്ളി വെച്ച് കൊടുക്കാറ്. അതാവുമ്പോൾ വേണ്ടവർക്കത് യൂസ് ചെയ്യാം, വേണ്ടാത്തവർക്കത് ഇളക്കി മാറ്റാം. അകത്തൂടെ വള്ളി വെക്കുമ്പോൾ ഇളക്കി മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഒന്നുകൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ആം ഹോളൊക്കെ വെട്ടി കൊടുത്തിട്ട് അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിൽ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. ബ്ലൗസിന് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹുക്ക് തന്നെയാണ്. ബ്ലൗസിൻ്റെ ലുക്ക് എന്താ പറയുക, ഒന്നുകൂടെ പെർഫെക്റ്റായിട്ടിരിക്കാൻ ഹുക്കാണ് സഹായിക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഹുക്കും വെച്ച് കൊടുക്കുവാണേ. എൻ്റെ വീട്ടിലെ കോഴി 24 മണിക്കൂർ കൂകിക്കൊണ്ടേ ഇരിക്കും. അതാണ് സൗണ്ട്. അതത്രയും കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മുടെ ആം ഹോള് എടുത്ത് വരച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഫ്രണ്ട് ആം ഹോള് അറേഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എനിക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് പെർഫെക്റ്റ് എന്ന് തോന്നാറ്. എന്നിട്ട് നമുക്ക് സ്ലീവ്സ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് സ്കേർട്ട് നോക്കാവേ. അപ്പോൾ സ്കേർട്ടും ലൈനിങ്ങും അടിഭാഗം 2 വട്ടം മടക്കി അടിക്കുന്നുണ്ട്. കോഴി ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്ലെയർ ഉള്ളൊരു അംബ്രല്ലയാണ്. അപ്പോൾ വലിയവർ അംബ്രല്ല സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് 5 മീറ്ററെങ്കിലും മെറ്റീരിയൽ എടുക്കുക. ലൈനിങ് ഒരു 3.5-4 മീറ്റർ എടുത്താലും മതി. പക്ഷേ 5 മീറ്ററോളം നല്ല മെയിൻ ക്ലോത്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതേ രീതിയിൽ നമ്മൾ ലൈനിങ്ങും അടിഭാഗം അടിച്ചു കൊടുക്കാം. ഇത് ലൈനിങ്ങിൻ്റെ നല്ല പോർഷനാണ് മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ഫാബ്രിക് കൂടെ വെച്ചിട്ട്
ലൈനിങ്ങും ഫാബ്രിക് കൂടെ ജോയിൻ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് പടി വെച്ച് കൊടുക്കാം. പടി മൊത്തത്തിൽ ഞാൻ 5 ഇഞ്ചിൻ്റെ പടിയാണ് എടുത്തേക്കുന്നത്. അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് 2 വശവും ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റേജ് അകത്ത് പോകുന്ന രീതിയിലാണ് പടി വെച്ച് കൊടുക്കുന്നത്. ഫുൾ പടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹിപ്പ് ഇപ്പോൾ 25 ആണെങ്കിൽ നമ്മൾ ഹുക്കിടുന്ന ഭാഗം ഒരു 23 വെച്ചിട്ട് വേണം എടുക്കാൻ. നമ്മുടെ പാവാട ടൈറ്റായിട്ട് നിൽക്കണം. കാരണം ബ്ലൗസ് നമ്മൾ ക്രോപ്പ് ടോപ്പാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ്. അതിന് നമുക്ക് ഹുക്കിന് വെക്കാനുള്ള ഹൂപ്പൂടെ ചെയ്തെടുക്കുവാണേ. ഞങ്ങളുടെ വീട്ടിലെ കോഴി 24 മണിക്കൂറും കൂവുന്നതാണ്. അതാണ് ഈ സൗണ്ട്. അതും വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് നമ്മൾ പാവാട മൊത്തത്തിൽ അടിച്ച് ജോയിൻ ചെയ്തെടുക്കുവാണ്. പാവാടയും മെയിൻ ക്ലോത്തും ലൈനിങ്ങും വേറെ വേറെ അല്ല ഞാൻ ചെയ്തേക്കുന്നത്. 5 മീറ്റർ ഉള്ളതുകൊണ്ട് പിഞ്ചി പോകാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കളേഴ്സ്. ഒന്ന് ബോട്ടിൽ ഗ്രീനും ഒന്ന് ഡാർക്ക് പർപ്പിളും ആണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നല്ല ഡെസിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഔട്ട്ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.